ഹായ് ഫ്രണ്ട്സ്, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വൻതോതിൽ ഡിഫൻസ് ബഡ്ജറ്റിൽ തുക വകയിരുത്തുന്നത് കൂടാതെ യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്ത് രാജ്യത്തിന് വിദേശ നാണ്യം നേടുവാനുള്ള അവസരവും തുറക്കുന്ന ഒരു മൾട്ടി പർപ്പസ് ഒരു സെക്ടറാണ് ഡിഫൻസ് സെക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യ ഇതുവരെ തങ്ങളുടെ യുദ്ധ ഉപകരണങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പതിവായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സിനാരിയോ ചേഞ്ച് ആവാൻ പോവുകയാണ്. ഇന്ത്യ കൂടുതലായിട്ട് സ്വയം പര്യാപ്തത ഈ മേഖലയിൽ നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ലോകത്തിലെ 4th ലാർജസ്റ്റ് സ്പെൻഡറാണ് ഡിഫൻസ് സെക്ടറിൽ. അതായത് ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇന്ത്യ 4ാമത്തെ പൊസിഷനിലാണ്, അതായത് ഈ ഡിഫൻസ് മേഖലയിൽ പണം ചെലവാക്കുന്ന കാര്യത്തിൽ. കൂടാതെ നമ്മുടെ എക്സ്പോർട്സ് കഴിഞ്ഞ 5 വർഷത്തിൽ 334% ഒരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഇമ്പോർട്ട് 70% നമ്മൾ കുറച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. നമ്മളെ ഡിഫൻസ് സെക്ടറിൽ നല്ല രീതിയിലുള്ള ഒരു ഉൽപ്പാദനവും അതിൻ്റെ എക്സ്പോർട്ട് നടക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ ഡാറ്റകൾ. 2014-15 കാലഘട്ടത്തിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ 2.29 ലക്ഷം കോടിയായിരുന്ന സ്ഥാനത്ത് നിന്ന് 2024-25 ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് 6.2 ലക്ഷം കോടിയായിട്ട് ഏകദേശം 3 മടങ്ങ് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള രാജ്നാഥ് സിംഗ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് റെക്കോർഡ് ഹൈയിൽ എത്തിയിരിക്കുക. 21,000 കോടിയുടെ എക്സ്പോർട്ടാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 50,000 കോടിയാണ്. അപ്പോൾ 2029 ആകുമ്പോഴത്തേക്കും 50,000 കോടിയുടെ ഒരു എക്സ്പോർട്ട് ടാർഗറ്റാണ് ഈ ഡിഫൻസ് മേഖലയിൽ രാജ്യം ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷം നടന്ന നല്ലൊരു റാലി നമ്മൾ കണ്ടതാണ്. അത് ഇനിയും തുടരുമെന്നാണ് ഇങ്ങനെയുള്ള ഡിഫൻസ് മിനിസ്ട്രിയുടെ നീക്കങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും അതുപോലെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡിഫൻസ് സെക്ടറിനോടുള്ള ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള കമ്പനികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 22 കമ്പനികൾ അതിൽ കാണാൻ കഴിയും. ഈ 22-ൽ 16 സ്റ്റോക്കുകൾ കഴിഞ്ഞ വർഷം 100% കൂടുതൽ റിട്ടേൺ നൽകി വമ്പിച്ച റാലി നടന്ന സ്റ്റോക്കുകളാണ്. ചില സ്റ്റോക്കുകൾ 200 മുതൽ 600% വരെ റിട്ടേൺ നൽകിയ മൾട്ടി ബാഗർ സ്റ്റോക്കുകളായിരുന്നു. ഇതിൽ 22 സ്റ്റോക്കുകളുടെ ഈ മൊത്തം ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 170% റിട്ടേൺ ഇത് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഡിഫൻസ് സെക്ടറിൽ ഈ ഒരു മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഈ 22 സ്റ്റോക്കുകളിൽ 21 സ്റ്റോക്കുകളും പോസിറ്റീവായിട്ട് മുന്നേറിയതായിട്ട് കാണാം. ചില സ്റ്റോക്കുകൾ 20%-നോടടുത്ത് അപ്സൈഡ് മൂവ് കാണിച്ചതായിട്ടും കാണാം. ഇപ്പോൾ മൊത്തത്തിൽ 22 സ്റ്റോക്കുകളുടെ ഒരു ആവറേജ് റിട്ടേൺ കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ അത് 12% കൂടുതലാണ്. ഒരാഴ്ചയിലെ റിട്ടേൺ ആണ് 12%. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡിഫൻസ് സെക്ടറിനെ അവഗണിക്കാൻ കഴിയാത്ത വിധം ഇൻവെസ്റ്റേഴ്സ് ഒരു ഫോമോ പിടിവിട്ടുകൊണ്ടിരിക്കുകയാണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യുക, അതിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുക, അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുക, അതിൻ്റെ വാല്യുവേഷൻ പരിശോധിക്കുക, എന്നിട്ട് നമുക്ക് പറ്റിയ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലെ ഒരു 10%-ൽ കൂടുതലാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഈ രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നാൽ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ട്. കാരണം എല്ലാവർക്കും ഇതേപോലെ സ്റ്റോക്ക് പിക്ക് ചെയ്ത് അതിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ട്രെൻഡ് ലൈനൊക്കെ വരച്ചുകൊണ്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നൊന്നും അറിയാത്ത ആളുകളും മാർക്കറ്റിൽ ബിഗിനേഴ്സ് ആയിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള നല്ലൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഡിഫൻസ് സെഗ്മെൻറ്റിൽ അറ്റ് പ്രസൻറ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് HDFCയുടെ ഡിഫൻസ് മ്യൂച്വൽ ഫണ്ടാണ്. ഇത് കൂടാതെ പുതിയൊരു ഫണ്ട് ഇപ്പോൾ വരാൻ പോവുകയാണ്. അത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടാണ്. അപ്പോൾ എന്താണ് ഈ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ HDFCയുടെ ഡിഫൻസ് ഫണ്ട് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് അതൊരു ഇൻഡെക്സിനെ പാസീവായിട്ട് ഫോളോ ചെയ്യുന്നതല്ല. അവർക്ക് ഡിഫൻസ് സെക്ടറിൽ ഏത് സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാം.
കൂടാതെ അവർക്ക് അതിൻ്റെ വെയിറ്റേജ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അവിടെ അവർക്ക് റീബാലൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതുപോലെ അവരുടെ സ്റ്റോക്കുകളുടെ എണ്ണം അവർക്ക് മാക്സിമം എല്ലാ സ്റ്റോക്കുകളിലും ഈ ഡിഫൻസ് സ്റ്റോക്കുകളിലും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഏകദേശം 22ഓളം സ്റ്റോക്കുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ പോർട്ട്ഫോളിയോയിലും ഏകദേശം 22 സ്റ്റോക്കുകൾ നമ്മൾ കാണാൻ കഴിയും. എന്നാൽ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിൽ നമ്മളീ പറയുന്ന ആ ഒരു ഇൻഡെക്സ് ഫണ്ട് പാസീവ് ഇൻഡെക്സ് ഫണ്ടാണ്, അത് ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ, മോട്ടിലാൽ ഓസ്വാൾഡ് ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ അവിടെ മ്യൂച്വൽ ഫണ്ട് മാനേജർക്ക് അത്ര വലിയ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അവർ ആ ഇൻഡെക്സിനെ മാത്രം ഫോളോ ചെയ്യുക മാത്രമാണ് ചെയ്യുക. അതുകൊണ്ട് എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും, എക്സിറ്റ് ലോഡും കുറവായിരിക്കും. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. മറ്റേ HDFCയുടെ ആണെങ്കിൽ അത് എക്സിറ്റ് ലോഡ് കൂടുതലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ഇൻഡെക്സ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ ഇൻഡെക്സ് ലോഞ്ച് ചെയ്തത് ജനുവരി 19, 2022 അപ്പോൾ ഏകദേശം 2 വർഷമായിട്ടുള്ളൂ ഈ ഒരു ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഈ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളുടെ സെലക്ട് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ഡിഫൻസ് സെക്ടറിലുള്ള ഈ കമ്പനികൾ നമ്മുടെ AMFI അഥവാ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ അവരുടെ ഒരു ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കണം. ഡിഫൻസ് സെക്ടറിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അത് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചർ അഥവാ SIDM എന്ന് പറയുന്ന ആ ഒരു അസോസിയേഷനിൽ അത് മെമ്പറായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റോക്കുകളെ മാത്രമേ ഇതിൽ പരിഗണിക്കുകയുള്ളൂ. കൂടാതെ 10% ആ കമ്പനിയുടെ ബിസിനസ് ഈ ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള വരുമാനമായിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം BEL എന്ന് പറയുന്ന സ്റ്റോക്ക് ഡിഫൻസ് സെക്ടറിലാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ അവരുടെ മെയിൻ പ്രൊഡക്റ്റ് ഡിഫൻസ് പ്രൊഡക്റ്റ് അല്ല. അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് അവർ ഡിഫൻസ് സെക്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് 10% കൂടുതലാണ്. അങ്ങനെ 10% കൂടുതൽ ഡിഫൻസ് സെക്ടറുമായിട്ട് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികളെയാണ് ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഇൻഡെക്സിൻ്റെ വെയിറ്റേജ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചാണ്. അപ്പോൾ അതിൽ വേറൊരു കണ്ടീഷൻ അവർ വെച്ചിട്ടുള്ളത് 20% കൂടുതൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് HALൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ അധികമാണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ. പക്ഷെ എന്ന് കരുതിയിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 20% കൂടുതൽ വെയിറ്റേജ് ഈ ഇൻഡെക്സിൽ കൊടുക്കാൻ പാടില്ല എന്നുകൂടി ഈ ഒരു ഇൻഡെക്സിൻ്റെ നിയമാവലിയിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഇൻഡെക്സ് ഓരോ 6 മാസം കൂടുമ്പോഴും ഇത് റീബാലൻസ് ചെയ്യുകയും അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യും എന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സാധാരണ ഏതൊരു ഇൻഡെക്സ് ഫണ്ടും പോലെ തന്നെ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുന്ന അല്ല NSEയുടെ കൃത്യമായിട്ടുള്ള കമ്മിറ്റികൾ മാനേജ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടായിരിക്കും ഇത്. അപ്പോൾ ഈ ഇൻഡെക്സ് ഫണ്ടിലുള്ള സ്റ്റോക്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 15 സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും മിനിമം 10 സ്റ്റോക്കുകളും വേണമെന്നാണ് അതിൽ നിയമം. അപ്പോൾ 15 സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അത് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഡാറ്റ പാർട്ടേഴ്സ് അങ്ങനെ തുടങ്ങി ഏകദേശം സെൻ ടെക്നോളജി വരെ 15ഓളം സ്റ്റോക്കുകൾ നമുക്ക് ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളുടെ വെയിറ്റേജ് നമ്മൾ നോക്കുമ്പോൾ HALന് 21% കൂടുതൽ വെയിറ്റേജ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സിൽ 20% കൂടുതൽ വെയിറ്റേജ്, അതുപോലെ സോളാർ ഇൻഡസ്ട്രീസിന് 13% വെയിറ്റേജ്, ഭാരത് ഡൈനാമിക്സിന് 9% വെയിറ്റേജ്, കൊച്ചിൻ ഷിപ്പ്യാർഡിന് 8.87% വെയിറ്റേജ്. അപ്പോൾ ഈ ടോപ്പ് 5 ഈ സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം കൂടി ഏകദേശം 70% വെയിറ്റേജാണ് ഈ ഇൻഡെക്സിലുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു റിസ്ക് ഫാക്ടറാണ്. കാരണം ഇവിടെ കോൺസെൻട്രേഷൻ റിസ്ക് വളരെ ഹൈ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിലെ ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സെക്ടറിയൽ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പ്രശ്നം അത് ഒരു സെക്ടറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഒരു സെക്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വൻതോതിൽ മുന്നോട്ട് പോകും. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ PE വളരെ ഹൈ ആവുകയും അതൊരു ബബിളിൻ്റെ രൂപത്തിലാവുകയും ഏത് സമയവും പൊട്ടിപ്പോകാവുന്ന ഒരു അവസ്ഥയിലെത്തുകയും ചെയ്യും. അതിനുശേഷം പിന്നെ പോകുന്നത് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. കൊറോണ പീരീഡിലൊക്കെ കഴിഞ്ഞ സമയത്ത് ഏറ്റവും അധികം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെ ടെക്നോളജി ഫണ്ട് ഭയങ്കരമായിട്ട് മുന്നേറിയ ഒരു തീമാറ്റിക് ഫണ്ടായിരുന്നു, അല്ലെങ്കിൽ സെക്ടറൽ ഫണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ നോക്കുക, അത് ഡൗൺ ട്രെൻഡിലാണ്. ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത്തരം തീമാറ്റിക് സ്റ്റോക്കുകൾ മുന്നോട്ട് പോകും. പക്ഷേ കുറേ കഴിയുമ്പോൾ അത് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയും നമ്മൾ മുൻകൂട്ടി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ സെക്ടോറൽ ഫണ്ട് തന്നെ വലിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിൽ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ടോപ്പ് 5 സ്റ്റോക്കുകളിൽ 70% മേലെ വെയിറ്റേജ് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ റിസ്ക് വളരെയധികമാണ്. ഇതിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. ടോപ്പ് 5 സ്റ്റോക്കുകൾ 70% മുകളിൽ ഹോൾഡ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളൊരു പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ, നമ്മളൊരു സ്വയം ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു 10% കൂടുതൽ ഒരു സ്റ്റോക്കിൽ നമ്മൾ വെയിറ്റേജ് നൽകാറില്ല. അതൊരു തമ്പ് റൂളാണ്. അത്ര കൂടുതൽ വെയിറ്റേജ് ഒരു സ്റ്റോക്കിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ പക്ഷേ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസ്ക് എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു സ്കാം, ഒരു ബാഡ് ന്യൂസ്, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി, എന്തെങ്കിലും അഴിമതി ആരോപണമൊക്കെ വന്നു കഴിഞ്ഞാൽ 50% മേലെ നിങ്ങളുടെ ഈ പോർട്ട്ഫോളിയോ ഡൗൺ ആവും. കാരണം ആദ്യത്തെ 3 സ്റ്റോക്കുകളിൽ തന്നെ എന്തെങ്കിലും സ്കാം വന്നാൽ തന്നെ വലിയ തോതിൽ സ്റ്റോക്ക് ഈ ഫണ്ട് ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു ആവറേജ് പി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 58% മുകളിലാണ്. ഇത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു പി ആണ്. ഇനി പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിലും അത് 15 എന്നുള്ള നമ്പറാണ് നമ്മൾ കാണാൻ കഴിയുക. അപ്പോൾ ഈ എല്ലാ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു സെക്ടോറൽ ഫണ്ടാണ് ഈ ഡിഫൻസ് സെക്ടറിലെ ഈ ഒരു ഫണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം വളരെ അസൂയാവർഹമായ ഒരു റിട്ടേൺ ഇത് നൽകി എന്നുള്ളതാണ് ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ 170% റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം നൽകിയിട്ടുണ്ട് എന്നുള്ളത്, കൂടാതെ ഈ ഒരു 1 വീക്കിൽ 12% റിട്ടേണും നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ആകർഷിക്കപ്പെടാനുള്ള കാരണം അതാണ്. HDFCയുടെ മ്യൂച്വൽ ഫണ്ട് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആണ്. അവിടെ 22 സ്റ്റോക്കുകളുണ്ട്. കൂടാതെ അത് ആക്റ്റീവ് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. എങ്കിൽ പോലും അവിടെയും അവർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനും ഭാരത് ഇലക്ട്രോണിക്സിനും 20% കൂടുതൽ ഈ 2 സ്റ്റോക്കുകൾക്കും വെയിറ്റേജ് നൽകിയിരിക്കുകയാണ്. അതായത് അവരുടെ ടോപ്പ് 5 ഹോൾഡിങ് ഇതേ ഇൻഡെക്സ് ഫണ്ടിൻ്റെ അതേ അവസ്ഥയാണ്. ഈ ഇൻഡെക്സിനെ തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ഫണ്ടുകളും ഒരു ഹൈ റിസ്ക്, ഹൈ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രം യോജിച്ചതാണ്. ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിങ്ങളൊരു മീഡിയം റിസ്ക്കോ അല്ലെങ്കിൽ ലോ റിസ്ക് ലെവലുള്ള ആളാണെങ്കിൽ ഒരിക്കലും ഇത്തരം തീമാറ്റിക് ഫണ്ടിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഈ ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ചും കൂടി എളുപ്പമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ 2 മ്യൂച്വൽ ഫണ്ടുകളും ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലും ഭാരത് ഇലക്ട്രോണിക്സിലും അതുപോലെയുള്ള മുൻനിര ടോപ്പ് 10 സ്റ്റോക്കുകളിലാണ്. അപ്പോൾ ഈ ടോപ്പ് 10 സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഡിപ്പിൽ വാങ്ങുക, അതുപോലെ അതിൻ്റെ ഹൈയിൽ സെല്ല് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഈ ഒരു സെക്ടറിൽ നീങ്ങുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. കാരണം ഇപ്പോഴുള്ള ഈ ഒരു ഭൂമി എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. ഒരു 5 വർഷത്തെ ഒരു ടൈം ഫ്രെയിമാണ് ഏറ്റവും മാക്സിമം ഇതിന് എല്ലാ ഇൻവെസ്റ്റേഴ്സും കാണുന്ന ഒരു കാര്യം. ആ 5 വർഷം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ച് ആയിരിക്കും അതിൻ്റെ ഒരു പെർഫോമൻസ്. അപ്പോൾ ഇത്രമാത്രമാണ് ഈ ഒരു ഡിഫൻസ് സെക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.